നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിലെ ലേബർ പാർട്ടി കലാപം. പൊതുജനങ്ങൾക്ക് ക്ഷമ നശിച്ചു. മുന്നറിയിപ്പുമായി കെയർ സ്റ്റാമർ. സർക്കാരിനുള്ളിൽ ചേരിപ്പോര് രൂക്ഷമായി. യുകെ പാർലമെന്റ് അംഗങ്ങളെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ട് ചൈനീസ് ചാരശ്രമങ്ങൾ. രാജ്യത്ത് സുരക്ഷ ആശങ്കയാകുന്നു. യുകെയിലേക്ക് കുടിയേറിയവരുടെ എണ്ണം 20% കുറഞ്ഞു. പുതിയ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ധൃതി പിടിച്ച് അഭയാർത്ഥി സംവിധാനം ഉടച്ചു വാർക്കാൻ സർക്കാർ നീക്കം. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആഗോളതലത്തിൽ നൽകിയ വായ്പയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ US. 2000-2023 കാലത്ത് ചൈന ലോകത്താകമാനം നൽകിയത് $2.2 ലക്ഷം കോടി വായ്പ. ഭീകരവാദത്തെ വെള്ളപൂശാനാകില്ല. രാജ്യാന്തര സമൂഹം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വോട്ടർ പട്ടികയിൽ നയം വ്യക്തമാക്കി CPM. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയിൽ ഒരു സംശയവും ഉന്നയിക്കാനാകില്ലെന്ന് MV ഗോവിന്ദൻ. ശബരിമലയിൽ സ്വർണ്ണപ്പാളികളിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പും പരിശോധനയും നടത്തിയത് 16 മണിക്കൂർ. വാർത്തകൾ വിശദമായി. യുകെയിലെ ലേബർ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം കനക്കുന്നതിനിടയിൽ ബഡ്ജറ്റ് ചോർന്നതോടെ സ്റ്റാമർ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർക്കാരിനുള്ളിൽ കലഹം മുറുകുന്നതല്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ലെന്നും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞ സ്റ്റാമർ പൊതുജനങ്ങൾക്ക് ക്ഷമ നശിച്ചു തുടങ്ങിയതായും മുന്നറിയിപ്പ് നൽകി. സർക്കാർ സ്റ്റാമർക്കെതിരെയുള്ള വിമതരുടെ അസാധാരണമായ നീക്കം തിരിച്ചടിയായതിനെ തുടർന്നാണ് സർക്കാരിനുള്ളിൽ ചേരിപ്പോര് അതിശക്തമാകുന്നു എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. വിഷലിപ്തമായ സംസ്കാരവും സ്വയം നാശത്തിനുള്ള വഴി തോണ്ടുന്നു എന്നാണ് അധികാരത്തിന്റെ ഇടനാഴിയിലെന്ന ശക്തമായ ആരോപണവുമായി ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റിംഗ് രംഗത്ത് നിന്നപ്പോൾ തന്റെ ചീഫ് ഓഫീസ് സ്റ്റാഫ് മോർഗൻ മെക്സിനിയെ പ്രതിരോധത്തിനാക്കാനായിരുന്നു പ്രധാനമന്ത്രിയുടെ ശ്രമം. പിന്നീടാണ് ആഴ്ചകളോളം സൂചനകൾ നൽകിയതിനു ശേഷം ബഡ്ജറ്റിൽ വരുമാന നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രധാനമന്ത്രിയും ചാൻസലറും മലക്കം മറിഞ്ഞതായും വെളിപ്പെടുത്തത്. ഇതിനു പിറകെ യുഗോവ് നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ലേബർ അനുഭാവികൾ 23% പേർ പാർട്ടി നേതൃത്വം മാറണമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതെന്നും മറ്റൊരു 22% പേർ വിശ്വസിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായി സ്റ്റാമർ നേതൃത്വത്തിൽ നിന്നും ഇറങ്ങി മറ്റൊരു നേതാവിനെ കണ്ടെത്തുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്നായിരുന്നു 34% പേർ മാത്രമായിരുന്നു സ്റ്റാമർ നേതാവായി തുടരണമെന്ന അഭിപ്രായം ഉയർത്തിയത്. യുകെ പാർലമെന്റ് അംഗങ്ങളുടെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ട് ചൈനീസ് ചാരശ്രമങ്ങൾ നടക്കുന്നതായി ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് രാജ്യത്ത് സുരക്ഷ ആശങ്ക ഉയരുന്നു. ലിങ്ക്ഡ് ഇൻ വഴി വ്യാജ പേരിൽ പ്രവർത്തിച്ച 2 പ്രൊഫൈലുകൾ ചൈനീസ് സുരക്ഷാ ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സെക്യൂരിറ്റി മിനിസ്റ്റർ ഡാൻ ജാർവിസ് ഇത് രഹസ്യവും കൃത്യമായ പദ്ധതിയിട്ട ഇടപെടൽ എന്നാണ് വിശേഷിപ്പിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇടപെടാൻ നടത്തുന്ന ശ്രമങ്ങൾ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 170 മില്യൺ പൗണ്ട് ചെലവിൽ സർക്കാരിന് സുരക്ഷാ സംവിധാനങ്ങൾ പുതുക്കുവാനും സൈബർ ഭീഷണികൾ തടയുവാനും പദ്ധതിയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ, ഗവേഷകർ, പാർലമെന്റ് ജീവനക്കാർ എന്നിവരാണ് പ്രധാന ഇരകളെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ലിങ്ക്ഡ് ഇൻ സന്ദേശങ്ങൾ വഴിയുള്ള ജോലി ഓഫറുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചതായും അധികൃതർ പറയുന്നു. എന്നാൽ ചൈന ഈ ആരോപണങ്ങൾ തള്ളി. പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് ഇത് എന്നാണ് ചൈനീസ് എംബസിയുടെ പ്രതികരണം. യുകെയിലേക്ക് കുടിയേറിയവരുടെ എണ്ണം 20% കുറഞ്ഞതായി റിപ്പോർട്ട്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം രാജ്യത്തേക്ക് എത്തിയവരും രാജ്യം വിട്ടുപോയവരും തമ്മിലുള്ള വ്യത്യാസം 86,000 കുറഞ്ഞ് 3,45,000 ആയി. നേരത്തെ ഇത് 4,31,000 ആയിരുന്നു. ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടുപോയതിന്റെ എണ്ണം പ്രതീക്ഷിച്ചാലും വളരെ കൂടുതലാണ്. ഈ മാറ്റത്തിന് പ്രധാന കാരണം പുതിയ രീതി അനുസരിച്ച് 2,57,000 ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടുപോയപ്പോൾ 1,43,000 പേർ തിരികെ എത്തി. അതായത് ബ്രിട്ടീഷ് പൗരന്മാരുടെ നെറ്റ് മൈഗ്രേഷൻ 1,14,000 കുറവാണ്. കുടിയേറ്റ കണക്കുകൾ നിരീക്ഷിക്കുന്ന രീതി ONS പരിഷ്കരിച്ചതാണ് ഈ കണക്കിലെ മാറ്റത്തിന് പിന്നിൽ. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും യാത്രക്കാരെ ചോദ്യം ചെയ്യുന്ന പഴയ സമ്പ്രദായം നിർത്തലാക്കി. പകരം ആളുകൾ നികുതി ആനുകൂല്യ രേഖകൾ എത്രത്തോളം സജീവമാണ് എന്ന് പരിശോധിച്ചാണ് പുതിയ കണക്കുകൾ തയ്യാറാക്കിയത്. പഴയ രീതിയിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ കുടിയേറ്റം കൃത്യമായി അളക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും മൈഗ്രേഷൻ ഒബ്സർവേറ്റീവ് ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ അഭയാർത്ഥി സംവിധാനം ഉടച്ചു വാർക്കുവാനുള്ള സർക്കാർ നീക്കങ്ങൾക്കും വേഗം കൂടി. ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് ഈ ആഴ്ച പാർലമെന്റിൽ പ്രഖ്യാപിച്ച പുതിയ നിർദ്ദേശങ്ങൾ അഭയാർത്ഥി പദവി ഇടയ്ക്കിടയ്ക്ക് അവലോകനം ചെയ്യുവാനും ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനുമുള്ള അവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാനും
കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. 2021 മുതൽ 24 വരെയുള്ള യുകെയുടെ മൊത്തം കുടിയേറ്റം 2.6 ദശലക്ഷത്തിൽ നിന്നും 2.5 ദശലക്ഷമായി കുറഞ്ഞുവെന്നും ONS റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ലേബർ സർക്കാരിന്റെ പുതിയ അഭയാർത്ഥി നയങ്ങൾ നിരവധി കുടുംബങ്ങൾ തമ്മിൽ ഒരിക്കലും കാണാത്ത രീതിയിൽ അകറ്റുമെന്ന് റിപ്പോർട്ട്. അഭയാർത്ഥികൾക്ക് തങ്ങളുടെ അടുത്ത ബന്ധുക്കളെ കൊണ്ടുവരുന്നതിലുള്ള നിയമപരിരക്ഷ നിർത്തിയതോടെ അഭയം ലഭിച്ചാൽ ഉയർന്ന വരുമാനമുള്ള നിബന്ധനകൾ നിറവേറ്റാതെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ സാധിക്കില്ല. യോർക്ക്ഷയറിൽ താമസിക്കുന്ന സിംബാബ്വെ സ്വദേശിനിയായ കിം 9 വർഷമായി തന്റെ 13 വയസ്സുകാരനെ കാണാൻ കഴിയാത്ത വേദനയിലാണ്. പുതിയ നയപ്രകാരം അഭയം ലഭിച്ച ശേഷം പ്രൊട്ടക്ഷൻ വർക്ക് ആൻഡ് സ്റ്റഡി വിസയെടുത്ത് ജോലി അല്ലെങ്കിൽ പഠനം തുടങ്ങേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ UK പൗരന്മാർക്കുള്ള 29,000 പൗണ്ട് വാർഷിക വരുമാന നിബന്ധന അഭയാർത്ഥികൾക്കും ബാധകമാകുമെന്ന പുതിയ നിബന്ധനയാണ് ആശങ്ക ഉയർത്തുന്നത്. കുടുംബാംഗങ്ങളോട് ദൂരം പാലിക്കേണ്ടി വരുന്നതിന്റെ മാനുഷിക തലമാണ് അഭയാർത്ഥി സഹായ സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം പ്രാദേശിക ഭരണകൂടങ്ങൾ നേരിടുന്ന സമ്മർദ്ദം കണക്കിലെടുത്താണ് കുടുംബ സംയോജനം താൽക്കാലികമായി നിർത്തിയതെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കുന്നു. യുകെയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അതിശൈത്യം അനുഭവപ്പെടാമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. മഞ്ഞുവീഴ്ചയും ഐസ് മുന്നറിയിപ്പുകളും അനുസരിച്ച് നാളെ സ്കോട്ട്ലൻഡിലെയും വടക്കൻ ഇംഗ്ലണ്ടിലെയും പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടേക്കാം. ഈ ആഴ്ച ഡെവൺ, കോൺവാൾ വരെയുള്ള തെക്കൻ പ്രദേശങ്ങൾ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന പ്രവചനം. അതേസമയം സ്കോട്ട്ലൻഡിൽ -9 ഡിഗ്രി സെൽഷ്യസിന് താഴെ തണുപ്പ് അനുഭവപ്പെട്ടേക്കാമെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കുന്നു. നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്, സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലൻഡ്, ലോത്തിയൻ ബോർഡേഴ്സ്, യോർക്ക്ഷയർ, ഹംബെയർ, സെൻട്രൽ ഗാംബ്രിയൽ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ ഏജൻസികൾ ഒന്നിലധികം മഞ്ഞ അലർട്ടുകൾ നൽകി. യുകെയിൽ അതിശൈത്യകാലത്ത് വാഹനം ഓടിക്കുക എന്നത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നാൽ മഞ്ഞു വീണ വഴികളിലൂടെ കാർ ഓടിച്ചു പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് വരുമ്പോൾ ചില തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും നിങ്ങളുടെ സുരക്ഷയെ വർദ്ധിപ്പിക്കും. കഴിയുന്നതും ശരീരത്തിന് ചൂട് പകരുന്ന വസ്ത്രങ്ങളും സൗകര്യപ്രദമായ ഷൂസും ധരിക്കുക. വാട്ടർ പ്രൂഫ് കോട്ട്, ഹാറ്റ്, ഗ്ലൗസ്, സ്റ്റഡ് ബൂട്ട്സ് എന്നിവയ്ക്കൊപ്പം നിങ്ങൾ വഴിയിൽ കുടുങ്ങിപ്പോവുകയോ കാർ വിട്ടുപോകേണ്ട സാഹചര്യം വരികയോ ചെയ്താൽ ഉപയോഗിക്കാനായി ഒരു ബ്ലാങ്കറ്റും കൂടെ കരുതുക. അതുപോലെ ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ പോലുള്ള ആഹാര പദാർത്ഥങ്ങളും വെള്ളവും ആവശ്യത്തിന് കരുതുക. സാധ്യമെങ്കിൽ ചൂടുള്ള പാനീയങ്ങളും കൂടെ കരുതണം. മൊബൈൽ ഫോൺ പൂർണ്ണമായും ചാർജ് ചെയ്തിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ബാറ്ററികളും ടോർച്ചുകളും പൂർണ്ണമായും ചാർജ് ചെയ്തിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ മരുന്നുകളും കൂടെ കരുതുക. മഞ്ഞ് നീക്കം ചെയ്യാനായി ഒരു ഷവലയും പഴയ കാർപ്പറ്റിന്റെ കുറച്ച് കഷ്ണങ്ങളോ അല്ലെങ്കിൽ കാറ്റ് ലിറ്ററോ വാഹനം കുടുങ്ങിയാൽ ടയറിനു കീഴിൽ വെക്കാനായി കരുതുക. അധിക ഗ്രിപ്പ് നൽകുന്ന വിന്റർ ടയറുകൾ വാങ്ങുന്ന കാര്യം പരിഗണിക്കുക. സ്ഥിരമായി മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഇത് തീർച്ചയായും അത്യാവശ്യമാണ്. സാധാരണ ടയറുകളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിന് ശരിയായ തോതിൽ മർദ്ദം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഓരോ ടയറിനും ചുരുങ്ങിയത് 3 മില്ലിമീറ്റർ ട്രെൻഡെങ്കിലും വേണം. ശൈത്യകാലത്ത് കാർ ബാറ്ററികൾ അതിവേഗം ചാർജ് ഒഴിയും. ദീർഘദൂരം സുഗമമായി ഓടിക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ദീർഘദൂര യാത്രകൾ ചെയ്യുക. അതല്ലെങ്കിൽ ബാറ്ററി ചാർജ് പൂർണ്ണമായും ഒഴിയാതെ സൂക്ഷിക്കുന്ന ട്രിഗിൾ ചാർജർ ഉപയോഗിക്കുക. സ്ക്രീൻ വാഷ് കരുതുകയും അതുപോലെ ഐസ് ഗ്ലാസുകൾ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുവാൻ ശരിയായ സാന്ദ്രതയുള്ള അനുയോജ്യമായ ആന്റി ഫ്രീസ് ഉപയോഗിക്കുക. വിൻഡ് സ്ക്രീൻ വൈപ്പറുകൾ രാത്രിയിൽ ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ വൈപ്പർ ബ്ലേഡുകളും വിൻഡോ സ്ക്രീനുകൾക്കും ഇടയിലായി കാർഡ്ബോർഡ് കഷ്ണം വെക്കുക. ഇന്ധന ടാങ്ക് കഴിയുന്നതും പൂർണ്ണമായി നിറച്ചു വെക്കുക. അതിനാൽ എവിടെയെങ്കിലും കുരുങ്ങിയാൽ തിരികെ വീട്ടിലെത്തുവാനുള്ള ഇന്ധനം ഉണ്ടെന്നും കാർ നിശ്ചലമായി കിടക്കുമ്പോഴും എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് കാറിനുള്ളിൽ ചൂട് നിലനിർത്താമെന്നും ഉറപ്പിക്കാം. എന്നാൽ കാർ നിർത്തിയിടുകയാണെങ്കിൽ എക്സ്ഹോസ്റ്റിലുള്ള മഞ്ഞു കയറുന്നില്ല എന്നും ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ വിഷലിപ്തമായ പുക വാഹനത്തിനുള്ളിലേക്ക് ചോരാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒട്ടുമിക്ക മോഡലുകളിലും ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികൾ താപനില കുറയുമ്പോൾ അതിവേഗം ഡ്രെയിൻ ആകുമെന്ന് ഓർക്കുക. ഇലക്ട്രിക് വാഹനങ്ങളെ ഗ്യാരേജിനകത്ത് സൂക്ഷിക്കുകയോ മൂടി സൂക്ഷിക്കുകയോ ചെയ്താൽ ബാറ്ററിയുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. യുകെയിലെ ചാനൽ വഴി ചെറുയാനങ്ങളിൽ അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ തടയാനുള്ള സർക്കാർ നീക്കത്തെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്ന് ഒരു കൂട്ടം ലേബർ എംപിമാർ വ്യക്തമാക്കിയതോടെ ഭരണകക്ഷിയിലെ ഉൾപ്പോര് മുറുകിയിരിക്കുകയാണ്.
ബ്രിട്ടനും ബ്രിട്ടീഷ് പൗരന്മാർക്കും മുൻഗണന നൽകി. രാജ്യത്തെ കുടിയേറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷിക്കാനായി കർശനമായി കുടിയേറ്റ നയങ്ങളുമായി ഇറങ്ങിത്തിരിച്ച ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിനെതിരെ വിമത നീക്കം ശക്തമാകുന്നു. എന്നാൽ താറുമാറായ കുടിയേറ്റ നിയമങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും റിഫോം അധികാരത്തിലെത്തുന്നത് തടയുവാനും ഇത് മാത്രമേ മാർഗമുള്ളൂ എന്ന് മഹ്മൂദ് ആവർത്തിച്ചു. ജനപ്രീതി നേടിയെടുക്കുവാനുള്ള നടപടികളാണ് മന്ത്രിമാർ കൈക്കൊള്ളുന്നത് എന്നുവരെ എംപിമാർ ആരോപിക്കുന്നു. അതേസമയം നിലവിലുള്ള നിയമങ്ങൾ നിയന്ത്രണാതീതമാണെന്നും നീതിപൂർവമല്ലെന്നും മഹ്മൂദ് കഴിഞ്ഞ ദിവസം ജനപ്രതിനിധി സഭയിൽ പറഞ്ഞിരുന്നു. കുടിയേറ്റക്കാർക്ക് ഒരു സ്വർഗഭീഷണിയാണെന്നും ബ്രിട്ടൻ എന്ന പ്രതിച്ഛായ മാറണമെന്നും അവർ നിഷ്കർഷിച്ചു. അഭയം നിഷേധിക്കപ്പെടുന്നവരെ കുടുംബസഹിതം നാടുകടത്തണമെന്നും അവർ പറഞ്ഞു. അതേസമയം ക്രൂരവും അപ്രായോഗികവുമായ മന്ത്രിയുടെ നയങ്ങൾ എന്നാണ് ഒരു കൂട്ടം ഭരണകക്ഷി എംപിമാർ തന്നെ വാദിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂട്ടിക്കൊണ്ട് ജെമറി കോർബിന്റെ പുതിയ യുവർ പാർട്ടിയും ഗ്രീൻസ് ലേബറും നിന്നും കൊഴിഞ്ഞു പോകുന്ന അണികളെയും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. യുഗവ് പൊളിറ്റിക്കൽ കണ്ടത് ഗ്രീൻസ് പാർട്ടിയുടെ ജനപ്രീതി കണ്ട് 2 പോയിന്റ് വർദ്ധിച്ച് 17 പോയിന്റിൽ എത്തിയതാണ്. ഇതോടെ അവർ ടോറികൾക്ക് ഒപ്പമെത്തി. ലേബർ പാർട്ടിയിൽ നിന്നും 2 പോയിന്റ് താഴെ മാത്രമാണ് ഇപ്പോൾ ഗ്രീൻസ്. അനധികൃത അഭയാർത്ഥികൾക്ക് എത്തുന്നവരെ കൈകളിൽ ആഭരണം ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുക, സ്ഥിര താമസത്തിനുള്ള അനുമതിക്കായി 20 വർഷം വരെ കാത്തിരിക്കുക തുടങ്ങിയ നിബന്ധനകൾക്കും ഷബാന മഹ്മൂദ് മുന്നോട്ട് വെച്ച പുതിയ പദ്ധതിയിലുണ്ട്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ സംബന്ധിക്കുന്ന സർക്കാർ രഹസ്യ ഫയലുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ബില്ലിന് ചൊവ്വാഴ്ച അമേരിക്കൻ കോൺഗ്രസ് നിർണായക അംഗീകാരം നൽകി. മാസങ്ങളോളം നീണ്ടുനിന്ന രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഉൾപാർട്ടി വിയോജിപ്പുകൾക്കും ശേഷം പാസായ ബില്ല് ട്രംപ് ഭരണകൂടത്തിലെ മെഗാവിഭാഗത്തിനുള്ള വലിയ പിളർപ്പായി വിലയിരുത്തപ്പെടുന്നു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ സംബന്ധിച്ച സർക്കാർ രഹസ്യ ഫയലുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ബിൽ ഒന്നിനെതിരെ 427 അംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിനിധി സഭ പാസാക്കിയായിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിനെ അവഗണിച്ച് ഒരു വിഭാഗം റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകളുമായി ചേർന്നതോടെയാണ് ബിൽ മുന്നോട്ടു പോയത്. തുടർന്ന് ബിൽ സെനറ്റിലെത്തിയപ്പോൾ സെനറ്റ് മൈനോറിറ്റി ലീഡർ ചക് ഷൂമർ ഇതിനെ ഐക്യകണ്ഠമായി പാസാക്കാനുള്ള നടപടി എടുക്കുകയും ഒരു സെനറ്ററും എതിർപ്പ് രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തു. ഇതോടെ ബിൽ നേരിട്ട് പ്രസിഡന്റ് ട്രംപിന്റെ ഒപ്പിടലിനായി മുന്നിലെത്തി. ലോകത്തിലെ ഏറ്റവും ശക്തരായവരോട് രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് പോലും ഏറ്റുമുട്ടിയാണ് ഇരകളാക്കപ്പെട്ട അതിജീവിതകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നും ബില്ലിന് ശക്തമായ പിന്തുണ നൽകിയ റിപ്പബ്ലിക്കൻ നേതാവ് മർജോറി ടൈലർ ഗ്രീൻ പറഞ്ഞു. അതിജീവിതകളുടെ പേര്, രേഖകൾ, സത്യങ്ങൾ എല്ലാം പുറത്തു വരേണ്ടതുണ്ട് എന്നും ട്രംപ് വഞ്ചകി എന്ന് വിളിച്ച ഗ്രീൻ ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ ബില്ലിനെ ഡെമോക്രാറ്റുകളുടെ രാഷ്ട്രീയ കളിയെന്നും തട്ടിപ്പ് എന്നും വിളിച്ച് എതിർത്തിരുന്ന ട്രംപ് റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ വലിയൊരു വിഭാഗം ബിൽ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നു എന്നും മനസ്സിലാക്കിയതോടെ നിലപാട് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ബില്ല് ഒപ്പിടാൻ തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും തുടക്കത്തിൽ വിമർശിച്ചിരുന്നു എങ്കിലും പ്രസിഡന്റിന്റെ നിലപാട് മാറ്റത്തെ തുടർന്ന് ബില്ലിനെ പിന്തുണച്ചു. എപ്സ്റ്റൈൻ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ വെളിപ്പെടുത്തലിൽ ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റി മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് എന്നും ചില സ്വകാര്യത ഭേദഗതികൾ ആവശ്യമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ സെനറ്റ് ബില്ലിൽ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് പാസാക്കിയത്. വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഏക അംഗം റിപ്പബ്ലിക്കൻ പ്രതിനിധി ക്ലേഗ് ഹിഗനാണ്. തെറ്റ് ചെയ്യാത്തവരുടെ വിവരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതയാണ് എതിർപ്പിന് കാരണമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടെക്സസിൽ റിപ്പബ്ലിക്കൻ വോട്ടുകൾക്ക് 5 അധിക ഹൗസ് സീറ്റുകൾ നേടിക്കൊടുക്കുന്ന തരത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം തയ്യാറാക്കിയ പുതിയ കോൺഗ്രഷണൽ മാപ്പിന്റെ ഉപയോഗം ഫെഡറൽ കോടതി തടഞ്ഞു. എൽ പാസോയിലുള്ള 3 അംഗ ജഡ്ജിമാരുടെ പാനൽ 2 പേരുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം. ചൊവ്വാഴ്ച നൽകിയ പ്രാഥമിക ഉത്തരവിൽ പുതിയ മാപ്പ് ഉപയോഗിക്കുന്നതിന് കോടതി നിരോധിക്കുകയും 2026 മിഡ് ടേം തിരഞ്ഞെടുപ്പ് 2021 നിലവിൽ വന്ന മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കി നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വിധിക്കെതിരെ ടെക്സസിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. റിപ്പബ്ലിക്കൻ നിയന്ത്രിത നിയമസഭയും ഗവർണർ ഗ്രെഗോറി ആൽബർട്ടും ചേർന്ന് വേനൽക്കാലത്ത് പാസാക്കിയ മാപ്പിനെതിരെ ദീർഘമായ വാദങ്ങൾക്കൊടുവിലായിരുന്നു കോടതി തീരുമാനം. ഡെമോക്രാറ്റിക് അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിലെ പ്രത്യേക സമ്മേളനം നടത്താതിരിക്കാനായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. മിഡ് ടേം തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ നടത്തപ്പെട്ട അപൂർവ മണ്ഡല പുനർക്രമീകരണ ശ്രമം ദേശീയ തലത്തിൽ പ്രതികരണങ്ങൾ ഉളവാക്കിയിരുന്നു. ടെക്സാസിന് മറുപടിയുമായി 5 ഡെമോക്രാറ്റിക് അനുകൂല മണ്ഡലങ്ങൾ കൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള കാലിഫോർണിയയുടെ പ്രൊപ്പോഷണൽ 50 പാസാക്കുകയും എന്നാൽ അതിനെതിരെ ഇപ്പോൾ ട്രംപ് ഭരണകൂടം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇടത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വങ്ങളെ സമർപ്പിക്കുന്ന പ്രക്രിയ ടെക്സാസിൽ ഇതിനകം ആരംഭിച്ചു. ഡിസംബർ 8 വരെ പത്രിക സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പിന് ഏത് മാപ്പ് ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ വാക്ക് സുപ്രീം കോടതിയുടേതായിരിക്കും.
ലീഗ് ഓഫ് യുണൈറ്റഡ് ലാറ്റിൻ അമേരിക്ക സിറ്റിസൺസ് അടക്കമുള്ള സംഘടനകളായിരുന്നു മാപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പുതിയ മണ്ഡല ക്രമീകരണത്തിൽ ലാറ്റിനോ വോട്ടർമാരുടെ സ്വാധീനം കുറഞ്ഞെന്നും ജാതിയെ അടിസ്ഥാനമാക്കി വിവേചനം വരുത്തിയെന്നും ആരോപിച്ചായിരുന്നു ഹർജി. കുക്ക് പൊളിറ്റിക്കൽ റിപ്പോർട്ടിന്റെ കണക്കുകൾ പ്രകാരം ടെക്സസ് ഉൾപ്പെടെയുള്ള പുനർമണ്ഡലവൽക്കരണവും ശ്രമങ്ങളെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഹൌസിലെ 3 മുതൽ 4 വരെ അധിക സീറ്റുകൾ നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. നോർത്ത് കരോലിൻ, മിസ്റ്റോറി എന്നിവിടങ്ങളിലും GOP അനുകൂല മാപ്പുകൾ പാസാക്കിയിട്ടുണ്ട്. വിർജീനിയയിൽ ഡെമോക്രാറ്റിക് അനുകൂല മണ്ഡല പുനഃക്രമീകരണ ശ്രമം പുരോഗമിക്കുകയാണ്. ഒഹോയിലെ ദ്വികക്ഷി കമ്മീഷൻ പാസാക്കിയ മാപ്പ് റിപ്പബ്ലിക്കൻസ് 2 സീറ്റുകൾ വരെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. യൂട്ടായിലെ കോടതി നിർദ്ദേശം മാപ്പ് ഡെമോക്രാറ്റുകൾക്ക് 1 സീറ്റ് നേടാൻ വഴിതെളിക്കും. ഇന്ത്യാനയിലെ പുതിയ മണ്ഡലങ്ങൾ വരയ്ക്കാൻ ട്രംപ് നടത്തിയ മാസങ്ങളോളമുള്ള സമ്മർദ്ദം ഇതുവരെയും ഫലം കണ്ടില്ല എന്നും കാൻസസിലെ റിപ്പബ്ലിക്കൻ ലൈനും അതിന് തയ്യാറാകാത്ത നിലപാടിലാണ്. ചൈന ആഗോളതലത്തിൽ നൽകിയ വായ്പയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ US ആണെന്ന് പഠന റിപ്പോർട്ട്. 2000-2023 കാലത്ത് 2.2 ലക്ഷം കോടി ഡോളറിന്റെ വായ്പയാണ് ചൈന ലോകത്താകമാനം നൽകിയത്. ഇതിൽ 20,000 കോടി ഡോളറിലേറെ വായ്പ പോയത് US-ലേക്കാണ്. 2,500ഓളം പദ്ധതികൾക്കായി വിവിധ സ്ഥാപനങ്ങൾ എടുത്ത വായ്പയാണിത്. US-ലെ വില്യം ആൻഡ് മേരി സർവകലാശാലയിലെ ഗവേഷണ ലാബായ എയ്ഡഡ് ഡേറ്റ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത്. ടെക്സസിലെയും ലൂസിയാനയിലെയും NNG പദ്ധതികൾ, വിവിധ വിമാനത്താവളങ്ങളുടെ വികസനം തുടങ്ങിയവയ്ക്കെല്ലാം ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളും സ്ഥാപനങ്ങളും വായ്പ നൽകിയെന്നാണ് എയ്ഡഡ് ഡേറ്റ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. ഇസ്രായേലിന് നൽകിയതിന് ഏതാണ്ട് സമാനമായ വിമാനങ്ങളായിരിക്കും ഇവയെന്നും അദ്ദേഹം പറഞ്ഞു. 48 F-35 ജെറ്റുകളാണ് സൗദി US-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോടൊപ്പം ഓവൽ ഓഫീസിൽ ഇരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഈ പരാമർശം നടത്തിയത്. 5ാം തലമുറയിൽപ്പെട്ട ഈ വിമാനങ്ങൾ സൗദിക്ക് ലഭിക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക മുൻതൂക്കം എങ്ങനെ നിലനിർത്തുമെന്ന് ട്രംപിനോട് ചോദ്യമുയർന്നു. ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്ത പങ്കാളികളായി തുടരുമെന്നും ട്രംപ് മറുപടി നൽകി. ഇക്കാര്യത്തിൽ ഇസ്രായേലിന് എതിർപ്പില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.22 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.13 യൂറോ. ഒരു US ഡോളർ 88.43 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.46 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.31 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.18 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഭീകരവാദത്തെ വെള്ളപൂശാനാകില്ലെന്നും എല്ലാ രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരവാദത്തിനെതിരെ രാജ്യാന്തര സമൂഹം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭീകരവാദത്തെ ന്യായീകരിക്കാനാവില്ല, അതിനെതിരെ കണ്ണടയ്ക്കാനും ആവില്ല, അതിനെ വെള്ളപൂശാനും സാധ്യമല്ല. ഭീകരവാദത്തിൽ നിന്നും ജനങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്, അത് വിനിയോഗിക്കും. മോസ്കോയിലെ ഷാങ്ഹായി സഹകരണ സംഘടനയുടെ യോഗത്തിലാണ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഒരു പൊതു മുൻഗണനയായി തുടരുമെന്നും അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹി ചെങ്കോട്ടയ്ക്ക് മുന്നിൽ കഴിഞ്ഞ 10-ന് വൈകിട്ടുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഡൽഹി സ്ഫോടന കേസിലെ ചാവേറായ ഉമർ നബി ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് ജമ്മു കാശ്മീരിലെ പുൽവാലയിൽ കുടുംബ വീട് സന്ദർശിച്ചതായി റിപ്പോർട്ട്. വീട്ടിൽ എത്തിയ ഉമർ തന്റെ സഹോദരന് നൽകിയ ഫോണിൽ നിന്നാണ് ചാവേർ ആക്രമണങ്ങളെ പ്രകീർത്തിക്കുന്ന വീഡിയോ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. ചാവേർ ആക്രമണം രക്തസാക്ഷിത്വമാണ് എന്ന രീതിയിൽ ഉമർ നടത്തിയ ന്യായീകരണ വീഡിയോ ഇന്നലെ പുറത്തുവന്നത്. കുടുംബ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന് മുന്നെയാണ് ഉമർ തന്റെ കൈവശമുണ്ടായിരുന്ന 2 ഫോണുകൾ ഒന്ന് സഹോദരന് കൈമാറിയത്. ഇതിനുശേഷം ഫരീദാബാദിലെ അൽ ഫലാലിലെ സർവകലാശാലയിലേക്ക് തിരിച്ചുപോയി. പിന്നാലെയാണ് ഡോക്ടർ ഉമറിന്റെ അൽ ഫലാൽ സർവകലാശാലയിലെ സഹപ്രവർത്തകർ വിവിധ ഘട്ടങ്ങളിലായി പോലീസിന്റെ പിടിയിലായത്. ഈ അറസ്റ്റുകളെ കുറിച്ച് ഉമറിന്റെ സഹോദരൻ അറിഞ്ഞിരുന്നു. പരിഭ്രാന്തനായ ഉമറിന് സഹോദരൻ നൽകിയ ഫോൺ പുൽവാലയിലെ വീടിനടുത്തുള്ള കുളത്തിൽ വലിച്ചെറിഞ്ഞു. ഉമറിന്റെ കൈവശമുണ്ടായിരുന്ന 2 ഫോണുകൾ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. എന്നാൽ അവ രണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു.
ഫോണുകളുടെ അവസാന ലൊക്കേഷനുകൾ ഡൽഹിയിലും പുൽവാമയിലുമായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുൽവാമയിലെ ഉമറിന്റെ വീട്ടിലെത്തിയത്. പരിശോധനകൾക്കും നീണ്ട ചോദ്യം ചെയ്യലിനുമൊടുവിൽ തനിക്കൊരു ഫോൺ ലഭിച്ചിരുന്നു എന്നും അത് കുളത്തിൽ വലിച്ചെറിഞ്ഞുവെന്നും സഹോദരൻ വെളിപ്പെടുത്തി. ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടെ ഡൽഹിയിലെ ചാവേർ ആക്രമണം നടന്നത് എന്നും അതിനുശേഷമാണ് ഫോൺ കണ്ടെടുത്തതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അൽ ഫലാൽ സർവകലാശാലയിലെ 17-ാം നമ്പർ കെട്ടിടത്തിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ഉമർ ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അഗ്നിവീർ സേനാംഗങ്ങളിൽ 50% പേരെ സൈന്യത്തിൽ നിലനിർത്തുവാനുള്ള ശുപാർശ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ. അഗ്നിവീറുകൾ സേവന കാലാവധിക്കിടെ മരിച്ചാൽ കുടുംബത്തിന് ആജീവനാന്ത സാമ്പത്തിക സഹായം, ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായാൽ ആജീവനാന്ത വൈദ്യസഹായം എന്നിവയും പരിഗണിക്കുന്നുണ്ട്. 4 വർഷമാണ് അഗ്നിവീറുകളുടെ കാലാവധി. ഇതിനുശേഷം 25% പേരെ മാത്രമാണ് സൈന്യത്തിൽ തുടരാൻ അനുവദിക്കുക. അഗ്നിപഥ് പദ്ധതിയുടെ ഭാഗമായി സൈന്യത്തിൽ ആദ്യമായി ചേർന്ന അഗ്നിവീറുകൾ അടുത്ത വർഷം ഒക്ടോബറിൽ കാലാവധി പൂർത്തിയാക്കും. ഈ സാഹചര്യത്തിലാണ് പുതിയ ശുപാർശകൾ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള മിലിറ്ററി അഫയേഴ്സ് വകുപ്പ് പരിഗണിക്കുന്നത്. കര, നാവിക, വ്യോമസേനകൾ അഗ്നിവീറുകളെ കൂടുതലായി നിലനിർത്തണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയിൽ ഒരു സംശയവും ഉന്നയിക്കാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR നടപ്പാക്കേണ്ട ആവശ്യമില്ലെന്നും സുപ്രീം കോടതി ഫയൽ ചെയ്ത ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തേണ്ടതുള്ളൂ എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള രാജ്യവ്യാപകമായ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനുള്ള നിർദ്ദേശത്തിൽ അതിനുള്ള കാരണം രേഖാമൂലം വിശദീകരിച്ചിട്ടില്ല. അതിനാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന SIR നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നില്ല എന്നും MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. അഭിഭാഷകൻ G പ്രകാശാണ് ഗോവിന്ദന്റെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. നിലവിലുള്ള വോട്ടർ പട്ടികയുടെ പരിശുദ്ധി ജനപ്രാതിനിധ്യ നിയമത്തിലെ 22, 23 വകുപ്പുകൾ പ്രകാരം സംരക്ഷിക്കാവുന്നതാണ്. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അതിനാൽ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാകില്ലെന്ന് MV ഗോവിന്ദൻ സുപ്രീം കോടതി ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ SIR നടത്താവുന്നതാണ്. കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോവുകയും പിന്നീട് തിരിച്ചെത്തിക്കുകയും ചെയ്ത സ്വർണ്ണപ്പാളികളിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പും പരിശോധനയും നടത്തിയത് 16 മണിക്കൂറോളം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചത്. ഇതിനായി ഇളക്കിയെടുത്ത പാളികൾ അവസാനത്തേത് പുലർച്ചെ 5 മണിക്കാണ് വീണ്ടും സ്ഥാപിച്ചത്. ശ്രീകോവിലിന്റെ പിന്നിലും മുന്നിലുമുള്ള തൂണുകളുടെ പാളികൾ, കട്ടിലിലെ വശങ്ങൾ, ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠത്തിൽ നിന്നുമുള്ള പാളികൾ എന്നിവയെല്ലാം പരിശോധനയ്ക്ക് എടുത്തിരുന്നു. പാളികളിലുള്ള സ്വർണത്തിന്റെ അളവ് സംഘം മണിക്കൂറുകൾ എടുത്താണ് ശാസ്ത്രീയമായി പരിശോധിച്ചത്. 10:30 പിൻഭാഗത്തെ ആദ്യ പാളി തിരിച്ചെത്തിച്ച് തൂണുകൾ സ്ഥാപിച്ചു. പിന്നീട് ഓരോ പാളികളായി തിരിച്ചു സ്ഥാപിച്ചു. PM ശ്രീ വിവാദം കെട്ടടങ്ങിയ ദിവസങ്ങൾക്കു ശേഷം പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ തടഞ്ഞ് CPM പോളിറ്റ് ബ്യൂറോ. കേന്ദ്ര ഫണ്ട് തടഞ്ഞ പശ്ചാത്തലത്തിലാണ് കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു എങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോവണ്ട എന്നാണ് PB തീരുമാനം. PM ശ്രീ വിവാദം ഉയർന്നപ്പോൾ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ CPI ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാനുള്ള ഇടപെടൽ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. CPI നിലപാട് കടുപ്പിച്ചതോടെയാണ് പദ്ധതിയിൽ നിന്നും പിന്മാറാൻ സർക്കാർ CPM കേരള ഘടകം തീരുമാനിച്ചത്. കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷമാണ് വിഷയത്തിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തി PBയുടെ ഇടപെടൽ. വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ PBയിൽ കേരള ഘടകം ഒറ്റപ്പെട്ടു. കരാർ ഒപ്പിട്ടത് അറിഞ്ഞില്ലെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. കേരളത്തിലെ നയവ്യതിയാനത്തിൽ ആന്ധ്രാപ്രദേശിലെ PB അംഗം PB രാഹുലു കത്ത് നൽകിയെന്നാണ് വിവരം. ഇനി സ്പോർട്സ്. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ചെറിയ രാജ്യമായി കുറാസോ. കോൺകാകാഫ് യോഗ്യതാ അക്കൗണ്ടിൽ ജമൈക്കയ്ക്കെതിരെ ഗോൾരഹിത സമനില പാലിച്ചതോടെയാണ് കുറാസോ സ്ഥാനമുറപ്പിച്ചത്. യോഗ്യതാ റൗണ്ടിൽ പരാജയമറിയാതെ 12 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതെത്തുകയായിരുന്നു. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ അവസാന യോഗ്യതാ റൗണ്ടിൽ പനാമയും ഹേദിയും യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK ലേബർ പാർട്ടി കലാപം. പൊതുജനങ്ങൾക്ക് ക്ഷമ നശിച്ചു. മുന്നറിയിപ്പുമായി കെയർ സ്റ്റാമർ. സർക്കാരിനുള്ളിൽ ചേരിപ്പോര് രൂക്ഷമായി. UK പാർലമെന്റ് അംഗങ്ങളെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ട് ചൈനീസ് ചാരശ്രമങ്ങൾ. രാജ്യത്ത് സുരക്ഷ ആശങ്കയാകുന്നു.
UK കുടിയേറിയവരുടെ എണ്ണം 20% കുറഞ്ഞു. പുതിയ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ധൃതി പിടിച്ച് അഭയാർത്ഥി സംവിധാനം ഉടച്ചു വാർക്കാൻ സർക്കാർ നീക്കം. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആഗോളതലത്തിൽ നൽകിയ വായ്പയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ US. 2000-2023 കാലത്ത് ചൈന ലോകത്താകമാനം നൽകിയത് $2.2 ലക്ഷം കോടി വായ്പ. ഭീകരവാദത്തെ വെള്ളപൂശാനാകില്ല. രാജ്യാന്തര സമൂഹം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വോട്ടർ പട്ടികയിൽ നയം വ്യക്തമാക്കി CPM. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയിൽ ഒരു സംശയവും ഉന്നയിക്കാനാകില്ലെന്ന് MV ഗോവിന്ദൻ. ശബരിമലയിൽ സ്വർണ്ണപ്പാളികളിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പും പരിശോധനയും നടത്തിയത് 16 മണിക്കൂർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.